യമനിൽ വൻ വ്യോമാക്രമണം നടത്തിയിട്ടും തങ്ങളുടെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിട്ടും പിന്നോട്ടില്ലെന്നുറപ്പിച്ചു തന്നെയാണ് ഹൂതികൾ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായി യമനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ വർഷമാണ് ഇസ്രായേലിലേക്ക്. വാണിജ്യ കേന്ദ്രം കൂടിയായ തുറമുഖ നഗരം ഐലാത്തിനെ ലക്ഷ്യമിട്ടാണ് നിരന്തരം ഡ്രോണുകൾ എത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഐലാത്തിലെ ഒരു ആഡംബര ഹോട്ടലിന് നേരെയും ഹൂതി ആക്രമണമുണ്ടായി. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. വ്യാഴാഴ്ച പ്രാദേശിക സമയം രാത്രി 9:30-യോടെയാണ് ഐലാത്തിൽ അപായ സൈറണുകൾ മുഴങ്ങുന്നത്. പിന്നാലെ യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോണുകളും എത്തി. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം മറികടന്ന് അവയിലൊന്ന് ഒരു പ്രമുഖ ഹോട്ടലിലും പതിച്ചു. ഡ്രോൺ പതിച്ച കെട്ടിടത്തിൽ വൻ തീപിടുത്തമാണുണ്ടായത്. വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിവേഗം തീയണച്ചതിനാൽ വലിയ ദുരന്തമൊഴിവായെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ അറിയിച്ചത്. ഹോട്ടലിന്റെ മുൻവശത്താണ് ഡ്രോൺ പതിച്ചത്. ഡ്രോൺ വന്ന് പതിക്കുകയും പിന്നാലെ തീ ആളിപ്പടരുകയും ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹോട്ടലിന്റെ ഗ്ലാസ് ഡോറുകൾ തകർത്ത് ഡ്രോണിന്റെ ഭാഗങ്ങൾ അകത്തേക്കും എത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തിന് പിന്നാലെ കെട്ടിടത്തിലെ വൈദ്യുത ബന്ധം നിലച്ചു. കെട്ടിടത്തിനും ഫർണിച്ചറുകൾക്കും വലിയ കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണ സമയത്ത് ഹോട്ടലിൽ ഗസ്റ്റുകൾ കുറവായിരുന്നതിനാലാണ് വൻ ആളപായം ഒഴിവായതെന്ന് പോലീസ് പറയുന്നു. പോലീസ്, ബോംബ് ഡിസ്പോസൽ യൂണിറ്റും സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകളും സ്ഥലത്തെത്തി ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചു. സംഭവത്തിൽ ഇസ്രായേലി എയർഫോഴ്സ് അന്വേഷണം ആരംഭിച്ചു. 2 ഡ്രോണുകൾ ഡിഫൻസ് സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു ഡ്രോണിനെ തടയാനാകാതെ പോയത് എന്തുകൊണ്ടാണെന്നാണ് സൈന്യം അന്വേഷിക്കുന്നത്. ഇത് വലിയ പരാജയമാണെന്നും സൈനിക വൃത്തങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ആക്രമണത്തിന് പിന്നാലെ യമനിൽ നിന്ന് വീണ്ടും ഡ്രോണുകളും മിസൈലുകളും എത്തി. ഡ്രോണുകൾ ഐലാത്ത് തന്നെ ലക്ഷ്യമാക്കിയാണ് എത്തിയതെങ്കിൽ സെൻട്രൽ ഇസ്രായേൽ മേഖലയിലേക്കായിരുന്നു മിസൈൽ വർഷിച്ചത്. സംഭവത്തിന് പിന്നാലെ ലക്ഷങ്ങൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഹൂതികൾ എത്രമാത്രം ഇസ്രായേലിനെ അലോസരപ്പെടുത്തുന്നുവെന്നതിന്റെ തെളിവാണ് പിന്നാലെ വന്ന പ്രതികരണങ്ങൾ. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ മുന്നറിയിപ്പാണ് അവയിൽ ഏറ്റവും സുപ്രധാനമായത്. ഹൂതി തലവൻ അബ്ദുൽ മലിക് അൽ ഹൂത്തിയെ അഭിസംബോധന ചെയ്തായിരുന്നു കാറ്റ്സിന്റെ വെല്ലുവിളി. ഹൂതികളുടെ ഇടതടവില്ലാത്ത ആക്രമണത്തിൽ ഇസ്രായേലിലെ പ്രധാന തുറമുഖമായ ഐലാത്ത് അടച്ചുപൂട്ടിയത് കഴിഞ്ഞ ജൂലൈ മാസമാണ്. 2023 നവംബർ മുതൽ ഹൂതികൾ നടത്തുന്ന നിരന്തരമായ വ്യോമാക്രമണവും ചെങ്കടൽ ഓപ്പറേഷനും മൂലം വലിയ പ്രതിസന്ധിയിലായിരുന്നു തുറമുഖം. അന്താരാഷ്ട്ര കമ്പനികളെല്ലാം ഐലാത്തിലേക്കുള്ള ചരക്ക് ഗതാഗതം നിർത്തിവച്ചിരുന്നു. ഇതോടെ തുറമുഖത്തിന്റെ പ്രവർത്തനം ഏറെക്കുറെ സ്തംഭിച്ച നിലയിലായിരുന്നു. വൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് തുറമുഖം കടന്നുപോയിരുന്നത്. ഏകദേശം $2 ലക്ഷം നികുതി കുടിശ്ശിക അടയ്ക്കാനുണ്ടായിരുന്നു. തിരിച്ചടവ് അനന്തമായി നീണ്ടതോടെ തുറമുഖത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഭരണകൂടം മരവിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് നഗരസഭാ ഭരണസമിതി തുറമുഖത്തിന്റെ പ്രവർത്തനം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാനും തീരുമാനിച്ചത്.